ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റാറ്റെക് മലയാളി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് RGU അല്ലെങ്കിൽ അസെൻഡിങ് യുറേത്രോഗ്രാഫി, സിസ്റ്റോ യുറേത്രോഗ്രാഫി അല്ലെങ്കിൽ റിട്രോഗ്രേഡ് യുറേത്രോഗ്രാഫി എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ RGU എന്ന് പറയുന്നത് യുറേത്രേനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. നമ്മളിത് മെയിൽ പേഷ്യൻസിൽ മാത്രമാണ് ഈ ഒരു സ്റ്റഡി പെർഫോം ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ, ഇൻഡിക്കേഷൻ, കോൺട്രാ ഇൻഡിക്കേഷൻ, എക്യുപ്മെൻറ്റ്സ്, പേഷ്യൻ്റ് പ്രിപ്പറേഷൻ, പ്രൊസീജിയർ, കോംപ്ലിക്കേഷൻ ആൻഡ് ആഫ്റ്റർ കെയർ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ഇറ്റ് ഈസ് എ റേഡിയോഗ്രാഫിക് സ്റ്റഡി ഓഫ് ദി യുറേത്ര പെർഫോംഡ് വയ ദ റിട്രോഗ്രേഡ് ഇഞ്ചക്ഷൻ ഓഫ് റേഡിയോ ഒപേക് കോൺട്രാസ്റ്റ് മീഡിയ ഇൻ ടു ദി യുറേത്ര. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ യുറേത്രേനെ പറ്റിയുള്ള റേഡിയോഗ്രാഫിക് സ്റ്റഡിയാണ് നമ്മുടെ RGU എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ കോൺട്രാസ്റ്റ് മീഡിയ, റേഡിയോ ഒപേക് കോൺട്രാസ്റ്റ് മീഡിയ ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. ഇഞ്ചക്ഷൻ വഴിയാണ് നമ്മൾ ഈ ഒരു മൊത്തം പ്രൊസീജിയർ ചെയ്യുന്നത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഇവാലുവേറ്റ് യുറേത്രൽ പാത്തോളജി ആൻഡ് അബ്നോർമാലിറ്റീസ്. ദിസ് ടെസ്റ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഓഫ് മെയിൽ പേഷ്യൻസ് ഓൺലി. നമ്മൾ നേരത്തെ പറഞ്ഞു, മെയിൽ പേഷ്യൻസിന് മാത്രമാണ് ഈ ഒരു സ്റ്റഡി നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇതിൽ പറയാനുള്ളത് RGU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ MCU ചെയ്തില്ലേ, അതായത് മിക്ചുറേറ്റിംഗ് സിസ്റ്റം യുറേത്രോഗ്രാഫി, അതേ ഒരു പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്. പക്ഷേ അവസാനം നമ്മൾ വോയിഡിങ് ഫേസിൽ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. RGU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യുറേത്രേനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. MCUവിൻ്റെ ആ ഒരു പ്രൊസീജിയർ തന്നെയാണെന്നുള്ളത് കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ ഇൻഡിക്കേഷൻസിലേക്ക് പോവാം. യുറേത്രൽ സ്ട്രിക്ചേഴ്സ്, യുറേത്രൽ ഒബ്സ്ട്രക്ഷൻ, സസ്പെക്റ്റഡ് യുറേത്രൽ ഫിസ്റ്റുല, പെൽവിക് ട്രോമ, കൺജൻഷ്യൽ അബ്നോർമാലിറ്റീസ്, യുറേത്രൽ ഡൈവർട്ടിക്കുല, ഇതെല്ലാമാണ് നമ്മുടെ ഇൻഡിക്കേഷൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. കോൺട്രാ ഇൻഡിക്കേഷൻസ്, സിവിയർ UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഒബ്സ്ട്രക്റ്റീവ് മാസ് ഇൻ ദ ബ്ലാഡർ, ഒബ്സ്ട്രക്റ്റീവ് ലെസൺ ഇൻ ദ യുറേത്ര. ഇത്രയും കാര്യങ്ങളാണ് കോൺട്രാ ഇൻഡിക്കേഷൻ ആയിട്ട്, അതായത് ഇത് പെർഫോം ചെയ്യാൻ പാടില്ലാത്ത കണ്ടീഷൻസ് ഇതൊക്കെയാണ്. ഇനി ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് നോക്കാം. ഫ്ലൂറോസ്കോപ്പി യൂണിറ്റ്, സിറിഞ്ച്, ഫോളീസ് കത്തീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൗസ്, സ്റ്റെറൈൽ ടവൽ, ക്ലാമ്പ്, ആർട്ടറി ഫോസെപ്സ്, ഗോസ്, ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ, സലൈൻ, ലോക്കൽ അനസ്തേഷ്യ, അയഡിനേറ്റഡ് നോൺ അയണിക് ഓർ അയണിക് കോൺട്രാസ്റ്റ് മീഡിയ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ പേഷ്യൻ്റ് പ്രിപ്പറേഷൻ നോക്കാം. പ്രത്യേകിച്ചൊരു പ്രിപ്പറേഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമില്ല. ദ പേഷ്യൻ്റ് ഷുഡ് ബി മെച്ചുറേറ്റ് പ്രയോർ ടു ദ പ്രൊസീജിയർ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് മെച്ചുറേറ്റ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ പേഷ്യൻ്റെ അടുത്ത് പറയേണ്ടത്. ഇനി നമ്മുടെ പ്രൊസീജിയറിലേക്ക് പോവാം. എക്സാമിനേഷൻ്റെ ദിവസം നമ്മൾ ടെക്നോളജിസ്റ്റ് ഈ ഒരു പ്രൊസീജിയർ മൊത്തം പേഷ്യൻറ്റിനോട് പറഞ്ഞ് പേഷ്യൻ്റെ പെർമിഷൻ വാങ്ങുക, ഒരു കൺസെൻറ്റ് നമ്മൾ സൈൻ ചെയ്ത് വാങ്ങണം. അതിനുശേഷം പേഷ്യൻറ്റിനോട് നമുക്ക് ഹോസ്പിറ്റൽ ഗൗൺ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. അതിനുശേഷം നമ്മൾ പേഷ്യൻറ്റിനെ ഒരു സുപ്പൈൻ പൊസിഷനിൽ കിടത്തിയിട്ട് ബ്ലാഡറിൻ്റെ യുറേത്രേൻ്റെ ഒരു സ്കോട്ട് ഫിലിം എടുക്കുന്നു. അതിനുശേഷം നമ്മൾ പേഷ്യൻറ്റിനോട് ഒബ്ലിക് പൊസിഷനിലേക്ക് 45 ഡിഗ്രി ഒബ്ലിക് പൊസിഷനിലേക്ക് കിടക്കാൻ വേണ്ടി പറയുന്നു. നമ്മുടെ ബോട്ടം നീ എന്ന് പറയുന്നത് 90 ഡിഗ്രി ഫ്ലെക്സ് ചെയ്തിട്ടും ടോപ്പ് ലെഗ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടും വെക്കുന്നു. ഇതെന്തിനാണ് ഇങ്ങനെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുറേത്രേൻ്റെ ഫുൾ ലെങ്ത് കാണാൻ വേണ്ടിയിട്ട്, വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് പേഷ്യൻറ്റിനെ കിടത്തുന്നത്. അതിനുശേഷം കോൺട്രാസ്റ്റ് മീഡിയ നമ്മൾ സലൈനിലായിട്ട് 1:3 റേഷ്യോയിലാണ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്നത്. ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ 20 cc സിറിഞ്ചിൽ അത് ഫില്ല് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം റേഡിയോളജിസ്റ്റ് യുറേത്രേൻ്റെ ഫോസ്കിന് റിട്രാക്ട് ചെയ്തിട്ട് ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ വെച്ച് അതിൻ്റെ ടിപ്പ് ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് അനസ്തീഷ്യ അപ്ലൈ ചെയ്യും, ആ ഒരു യുറേത്രൽ ഓപ്പണിങ്ങിൻ്റെ അവിടെ. അതിനുശേഷം നമ്മുടെ ഫോളീസ് കത്തീറ്ററിൻ്റെ സ്ലീവ് ഷുഡ് ബി ലൂബ്രിക്കേറ്റഡ് വിത്ത് അനസ്തെറ്റിക് ജെല്ലി. നമ്മുടെ ഫോളീസ് കത്തീറ്ററിൻ്റെ ആ ഒരു സ്ലീവ് നമ്മൾ ആൻറ്റിസെപ്റ്റിക് ഇങ്ങനെ സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം അനസ്തെറ്റിക് ജെല്ല് വെച്ച് ലൂബ്രിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങളും അനസ്തെറ്റിക് ജെല്ല് വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം റേഡിയോളജിസ്റ്റ് ഈ അനസ്തെറ്റിക് ജെല്ല് വെച്ച് ലൂബ്രിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫോളീസ് കത്തീറ്റർ യുറേത്രൽ ഓറിഫൈസിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ് വിത്ത് ഹോൾഡിംഗ് പെനിസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പൊസിഷനിൽ ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഫോളീസ് കത്തീറ്റർ യുറേത്രൽ ഓറിഫൈസിലേക്ക് റേഡിയോളജിസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. അത് ചെയ്തതിന് ശേഷം
നമ്മുടെ ഫോളിസ് കത്തീറ്ററിൻ്റെ ബലൂണിനെ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിന് 1 to 2 ml ഓഫ് വാട്ടർ നമ്മൾ കൊടുത്തിട്ടാണ് അത് ഇൻഫ്ലേറ്റ് ആക്കുന്നത്. അതിനുശേഷം ദ ആം ഈസ് ജെന്റ്ലി പുഷ്ഡ് ഇൻ ടു ദി യുറേത്ര അണ്ടർ ദി ഫ്ലൂറോസ്കോപ്പി ഗൈഡൻസ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫ്ലൂറോസ്കോപ്പി ഗൈഡൻസിലാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ മൊത്തം നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ട ഒരു സ്പോട്ട് ഫിലിംസ് ഒക്കെ നമ്മൾ ഈ ഒരു ഇഞ്ചക്ഷൻ്റെ സമയത്ത്, കോൺട്രാസ്റ്റ് മീഡിയ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് യുറേത്രേൻ്റെ അബ്നോർമാലിറ്റീസ് കാണാൻ വേണ്ടിയിട്ട് സ്പോട്ട് ഫിലിംസ് നമുക്ക് എടുക്കാം. ആ ഒരു കറക്റ്റ് ആ ഒരു കോംപ്ലിക്കേഷൻ എവിടെയാണ് നമുക്ക് തോന്നുന്ന സ്ഥലത്തൊക്കെ നമുക്ക് സ്പോട്ട് ഫിലിംസ് എടുക്കാം. After completion of contrast administration, the catheter is clamped and then several radiographs are taken in supine, AP and oblique positions. അപ്പോൾ നമ്മുടെ കോൺട്രാസ്റ്റ് അഡ്മിനിസ്ട്രേഷന് ശേഷം നമുക്ക് സുപ്പൈനും AP-യും പിന്നെ ഒബ്ലിക് പൊസിഷനിലൊക്കെ ആക്കിയിട്ട് നമുക്ക് പേഷ്യൻറ്റിൻ്റെ സ്പോട്ട് ഫിലിംസ് എടുക്കാവുന്നതാണ്. ഇത്രയും പ്രൊസീജിയറാണ് നമ്മൾ ഈ ഒരു RGUവിൽ പെർഫോം ചെയ്യുന്നത്. MCUവിലായിരുന്നെങ്കിൽ നമ്മൾ വോയിഡിങ് ഫേസിലും കൂടി എടുക്കുമായിരുന്നു. പക്ഷേ ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ MCUവിലും വരുന്നത്. ഇനി ഇതിലെ കോംപ്ലിക്കേഷൻസ്, കോൺട്രാസ്റ്റ് റിയാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്, യുറേത്രൽ ട്രോമ എന്തെങ്കിലും വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആഫ്റ്റർ കെയർ, കത്തീറ്റർ നമ്മൾ വിഡ്രോ ചെയ്യണം, IV ലൈൻ നമ്മൾ റിമൂവ് ചെയ്യണം, പേഷ്യൻറ്റിനോട് ഫ്ലൂയിഡ് നന്നായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പറയണം. അതിനുശേഷം വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ നമുക്ക് എക്സാമിനേഷൻ റൂമിൽ നിന്ന് ലീവ് ചെയ്യാൻ പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ RGUവിൽ വരുന്നത്. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.